Hello friends, welcome to Aisha's Creations. വളരെ സിമ്പിൾ ആയിട്ടുള്ള അച്ചിങ്ങാപ്പയർ മെഴുക്കുവരട്ടിയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ദാ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ആദ്യമേ തന്നെ പയർ അരിഞ്ഞെടുക്കണം. അപ്പോൾ ഈ പയറിൻ്റെ രണ്ട് വശവും കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് ദാ ഈ മെത്തേഡിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാനിങ്ങനെ ഒടിച്ചെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പയറിന് ഒടിപ്പയർ എന്നും പറയാറുണ്ട്. അല്ലെങ്കിൽ ദാ ഇതുപോലെ കുറച്ച് പയർ ഒന്നിച്ചെടുത്തിട്ട് രണ്ട് വശവും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് ഒരു 3 സെൻറ്റിമീറ്റർ നീളത്തിൽ അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇങ്ങനെ അരിഞ്ഞെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പയർ കട്ട് ചെയ്ത് കഴിയുന്നതാണ്. പക്ഷേ ഒടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിച്ചിരുന്നിങ്ങനെ ഒടിച്ചെടുക്കാൻ നല്ല രസമാണ്. ആ ഒരു സൗണ്ടൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. കുട്ടികളൊക്കെ കൂട്ടുവാണെങ്കിൽ അവർക്കത് കൂടുതൽ ഇഷ്ടമാവും. ഇതിപ്പോൾ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ചതച്ചെടുത്ത ഉള്ളി ഒരു 10 എണ്ണം ചതച്ചെടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് പയ്യൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ 3 ടേബിൾ സ്പൂൺ ഇടിമുളക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നല്ലപോലെ കഴുകിയെടുത്ത അച്ചിങ്ങാപ്പയർ കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. അച്ചിങ്ങാപ്പയർ ആദ്യം കഴുകിയിട്ട് വേണമെങ്കിൽ അരിയാം, അല്ലെങ്കിൽ അരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം കഴുകിയെടുത്താലും മതി. ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ മൂടി അടച്ച് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒരു 12 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇത് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഒരു 3 മിനിറ്റ് ഇടവിട്ട് ഇളക്കി കൊടുത്താൽ മതി. അതുപോലെ ഇതിന് ഒരുപാട് വേവൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇത് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു എണ്ണയിൽ കിടന്ന് തന്നെ ഇത് വെന്ത് കിട്ടുന്നതാണ്. ഈ അച്ചിങ്ങ ഫാം ഫ്രഷാണ്, നമ്മുടെ വീട്ടിലുണ്ടായ അച്ചിങ്ങ തന്നെയാണ്. അപ്പോൾ അത് ഇതിനകത്ത് ഇപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും മൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും. വെള്ളം ഒഴിച്ച് അച്ചിങ്ങ വേവിച്ചെടുത്തതിന് ശേഷം മെഴുക്കുവരട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ ഇപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കുന്ന അച്ചിങ്ങ മെഴുക്കുവരട്ടിയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഇങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചിങ്ങാപ്പയർ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഈ മെത്തേഡിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സൗജന്യമായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.